എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെന്നുള്ളത്. അതിന് ക്യാപിറ്റൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ ക്യാപിറ്റൽ എങ്ങനെ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെയാണ് റിസ്ക് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ നമുക്ക് എങ്ങനെ പ്രോപ്പറായി റിസ്ക് മാനേജ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കാമെന്ന് നോക്കാം. ഹായ്, എൻ്റെ പേര് മാറ്റ്സൺ. ഞാൻ CLT അക്കാഡമിയിൽ മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് 4 years ആയിട്ട് ഞാൻ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തു വരും. സോ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റിസ്ക് റിവാർഡ് റേഷ്യോ. ഈ റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെ ഒരു ട്രേഡിൽ പ്ലേസ് ചെയ്യാം, പൊസിഷൻ സൈസ് ചെയ്ത് എങ്ങനെ പ്രോപ്പറായി ലോട്ട് കണ്ടെത്താം, അത് കൂടാതെ തന്നെ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യണം. സോ ഇതൊക്കെയാണ് ഇന്ന് കവർ ചെയ്യുന്നത്. മിസ്സാവാതെ വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് 2 ആൾക്കാരെ എടുക്കാം. വൺ ഈസ് എ ആൻഡ് അതർ ഈസ് ബി. രണ്ടുപേർക്കും ബിസിനസ് ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹമുള്ളവരാണ്. പക്ഷേ രണ്ടുപേരുടെ കയ്യിലും ക്യാപിറ്റൽ ഇല്ല. നമുക്ക് എയിലേക്ക് വരാം. എവിടെ നിന്നൊക്കെയോ കുറെ ക്യാപിറ്റൽ സമ്പാദിച്ച് $1000 ആക്കി. എന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷേ ഈ ബിസിനസിനെ പറ്റിയൊന്നും എ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. അതുമാത്രമല്ല, എ തന്റെ ഫുൾ ക്യാപിറ്റൽ ഫസ്റ്റ് ബിസിനസ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ലോസ് ആയപ്പോൾ കയ്യിലുള്ള ക്യാപിറ്റൽ മുഴുവൻ വാഷ് ഔട്ട് ആയിപ്പോയി. ഇനി നമുക്ക് ബിയിലേക്ക് വരാം. ബിയും എവിടെ നിന്നൊക്കെയോ ക്യാപിറ്റൽ റൈസ് ചെയ്ത് $1000 ആക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഫസ്റ്റ് ബിസിനസ്സിൽ $50 ആണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ലോസ് ആയാൽ പോലും റിമൈനിങ് ക്യാപിറ്റൽ അവിടെ സേഫ് ആണ്. ഇതുപോലെ തന്നെയാണ് ഒരു ട്രേഡിംഗ് ജേണി. ഒരു ലോസും കാണും, ഒരു പ്രോഫിറ്റും കാണും. ലോസ് വരുന്ന ടൈമിനെ നമുക്ക് റിസ്ക് എന്നും പ്രോഫിറ്റ് വരുന്ന ടൈമിനെ നമുക്ക് റിവാർഡ് എന്നും വിളിക്കാം. ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റലിന്റെ 1% വേണം മാക്സിമം വെക്കേണ്ട റിസ്ക്. അതേപോലെ തന്നെ റിവാർഡ് മിനിമം 2% ആയിരിക്കണം. ഇതിനെ പറയുന്ന പേരാണ് റിസ്ക് റിവാർഡ് റേഷ്യോ. അതായത് നമ്മൾ ഈ എക്സാമ്പിൾ സെറ്റ് ചെയ്തേക്കുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അതിന്റെ അർത്ഥം 1% റിസ്ക് ചെയ്തുകൊണ്ട് നമ്മൾ 2% റിവാർഡിന് വേണ്ടി എയിം ചെയ്യുന്നു. സോ നമുക്ക് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെ ഒരു ട്രേഡിൽ പ്ലേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് സൈഡിൽ ടൂൾസിൽ ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്ന 2 ടൂൾസ് ഉണ്ട്. ലോങ് പൊസിഷൻ ആൻഡ് ഷോർട്ട് പൊസിഷൻ. ഇതിനെയാണ് നമ്മൾ കോമൺലി പൊസിഷൻ ടൂൾസ് എന്ന് വിളിക്കുന്നത്. ബൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ലോങ് പൊസിഷൻ. അതേപോലെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് പൊസിഷൻ യൂസ് ചെയ്യും. നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ലോങ് പൊസിഷൻ പ്ലേസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ കറന്റ് ബൈ എടുക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക. സോ ഞാൻ എന്ത് പ്ലേസ് ചെയ്തു? എൻ്റെ ലോങ് പൊസിഷൻ ടൂൾ ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, സോ ഈ ലോങ് പൊസിഷൻ ടൂൾസിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന 3 ഏരിയാസ് ആണ്. നടുക്കുള്ള ഈ പോയിന്റിനെ നമുക്ക് എൻട്രി പോയിന്റ് എന്ന് വിളിക്കാം. ഓക്കെ, നടുക്കുള്ള ഈ പോയിന്റ് ആണ് നമ്മുടെ എൻട്രി പോയിന്റ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് 2 ബൗണ്ടറീസ് ഉണ്ട്. വൺസ് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എയ്തർ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണും, അതല്ലെങ്കിൽ ടാർഗറ്റ് കാണും. ഓക്കെ, അതായത് നമുക്ക് ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ SL. അതേപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് മുകളിൽ ആര് കാണും? TP ഉണ്ട്. ഓക്കെ, TP ഉണ്ട്. സോ വൺസ് ഒരു ട്രേഡ് എൻ്റർ ആയി കഴിഞ്ഞാൽ എയ്തർ SL അല്ലെങ്കിൽ TPയിൽ ആദ്യം എവിടെയാണോ പോയി ടച്ച് ചെയ്യുന്നത് അന്നേരം ട്രേഡ് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. SLൽ വന്ന് ടച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസിലായിരിക്കും കട്ടാവുക. അതല്ല TPയിൽ വന്നാൽ കട്ടാവുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൽ കട്ടാം. സോ ഇതാണ് ബേസ് പൊസിഷൻ ടൂൾ. ബേസിക് ആയിട്ട് പൊസിഷൻ ടൂൾ വർക്ക് ചെയ്യുന്നതിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ നമുക്കിനി ഈ പൊസിഷൻ ടൂൾ എങ്ങനെ 1:2 അഡ്ജസ്റ്റ് ചെയ്യാം നോക്കാം. സോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ ദാറ്റ്സ് ഈക്വൽ ടു 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ ഒരിക്കലും റിസ്കിന്റെ എമൗണ്ട് എഴുതത്തില്ല. ഇവിടെ എപ്പോഴും റിവാർഡിന്റെ എമൗണ്ട് ആയിരിക്കും എഴുതിയിട്ടുള്ളത്. സോ ഈ റിവാർഡ് നമുക്ക് എത്രയാക്കണം? 2 ആക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ 1:2 എന്ന് പറയാൻ പറ്റൂ. സോ അതിന് ഈ ഗ്രീൻ ഏരിയ ജസ്റ്റ് എന്ത് ചെയ്യുക? മുകളിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് സീക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് എപ്പോഴാണോ ആ റിസ്ക് റിവാർഡ് റേഷ്യോയുടെ അവിടെ 2 എന്ന് മെൻഷൻ ചെയ്യുന്നത്, ഇപ്പോഴാണ് ആ റിസ്ക് റിവാർഡ് റേഷ്യോ എത്ര അയക്കുന്നത്? 2 അയക്കുന്നത്. ഓക്കെ, സോ കറന്റ്ലി ഈ ഒരു സെറ്റപ്പാണ് 1:2 എന്ന് പറയുന്നത്. അതായത് റിസ്ക് 1%ഉം റിവാർഡ് 2%. അവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ റിസ്ക് റിവാർഡ് റേഷ്യോയുടെ അവിടെ എപ്പോഴാണ് 2 എന്ന് എഴുതുന്നത് ദാറ്റ്സ് ഈക്വൽ ടു റിസ്ക് റിവാർഡ് 1:2. സോ നമ്മൾ എങ്ങനെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ഒരു ട്രേഡിൽ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര ലോട്ടിൽ ട്രേഡ് എടുത്താലാണ് എനിക്ക് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുക എന്നുള്ളതാണ്. സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് പൊസിഷൻ സൈസിങ്. സോ നമുക്ക് ഓൺലൈനിൽ ഒരുപാട് കാൽക്കുലേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പൊസിഷൻ സൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്കിപ്പോൾ കറന്റ്ലി മൈ FX ബുക്ക് എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റർ ജസ്റ്റ് സെർച്ച് ചെയ്യാം. സോ മൈ FX ബുക്ക് ഗൂഗിളിൽ പോവുക, ജസ്റ്റ് സെർച്ച് ചെയ്യുക. സോ ഇതിൽ മൈ FX ബുക്ക് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ താഴെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, വിസിബിൾ ആണല്ലോ. പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക.
സോ ഇതിൽ ഓൾറെഡി കുറച്ച് വാല്യൂസ് കാര്യങ്ങൾ അടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് കാണാം ടെംപ്ലേറ്റ്, കറൻസി പെയർ, അക്കൗണ്ട് കറൻസി, അക്കൗണ്ട് സൈസ്, റിസ്ക് റേഷ്യോ, പെർസെൻറ്റേജ്, സ്റ്റോപ്പ് ലോസ് പിപ്സ്, ട്രേഡ് ലോട്ട്സ്. ഇതിൽ ടെംപ്ലേറ്റും ലാസ്റ്റുള്ള ട്രേഡ് സൈസും ടൈപ്പ് ചെയ്യണ്ട. ഓക്കെ, ഇതിൽ നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി പെയർ മുതൽ സ്റ്റോപ്പ് ലോസ് പിപ്സ് വരെയുള്ള ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഏരിയാസ് മാത്രം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. സോ ആദ്യം ചോദിച്ചേക്കുന്നത് എന്താണ്? കറൻസി പെയർ ആണ്. സപ്പോസ് നമുക്ക് EUR/USD ആണ് നമ്മുടെ കറൻസി പെയർ എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ EUR/USD എടുക്കുന്നു. അക്കൗണ്ട് കറൻസി ഈസ് ഓൾവേസ് USD. നമ്മൾ US$ തന്നെയാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ $, അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വെക്കുക. അടുത്തതാണ് അക്കൗണ്ട് സൈസ് എത്രയാണെന്നുള്ളത് അടിക്കേണ്ടത്. സോ ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് $1000 ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. $1000 ആണ് അക്കൗണ്ട് സൈസ് കൊടുക്കുക. അടുത്ത ചോദിച്ചേക്കുന്നത് എത്രയാണ്? റിസ്ക് റേഷ്യോയുടെ പെർസെൻറ്റേജ് എന്താണ്? നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ റിസ്കിന്റെ പെർസെൻറ്റേജ് എത്രയാണ് പറഞ്ഞത്? 1% ആണ്. സോ അവിടെ ജസ്റ്റ് 1 എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്തതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പിപ്സ്. ഓക്കെ, പിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മുടെ പ്രൈസിന്റെ മൂവ്മെന്റ് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് പിപ്പ്. സോ ഈ പിപ്പ് എത്രയാണ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ സൈസ് ടൂൾ എടുക്കണം. നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന ട്രേഡ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന ട്രേഡിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ പൊസിഷൻ സൈസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് പിപ്സ് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. സോ ഇതിൽ നോക്കുന്ന സമയത്ത് താഴെ സ്റ്റോപ്പ് ലോസിന്റെ അവിടെ കുറേ വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ 5.8 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ എന്ത്? സ്റ്റോപ്പ് ലോസ് പിപ്പ്. ഇതേപോലെ തന്നെ ഇവിടെ ടാർഗറ്റ് പിപ്പും കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത്? 11.7. കറന്റ് നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? സ്റ്റോപ്പ് ലോസ് പിപ്പ്. സോ വി ടേക്ക് 5.8. സോ ഈ 5.8 എടുക്കുക, നേരെ സ്റ്റോപ്പ് ലോസ് പിപ്സ് എന്ന് പറയുന്നിടത്ത് കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എന്തായി? വാല്യൂസ് കാര്യങ്ങളെല്ലാം ഓൾറെഡി ഫിൽഡ് ആയി കഴിഞ്ഞു. ഇനി ജസ്റ്റ് കാൽക്കുലേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. സോ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ താഴെ നമുക്ക് എന്ത് കിട്ടും? എത്ര ലോട്ടിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതായത് ഈ ഒരു ട്രേഡിൽ 0.17 ലോട്ടിൽ ട്രേഡ് ചെയ്താൽ മാത്രമേ എനിക്ക് 1% റിസ്കിലും 2% റിവാർഡ് എന്ന് പറയുന്ന കണ്ടീഷൻ എനിക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മൾ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോട്ട് കാൽക്കുലേഷൻ എന്ന് നമുക്ക് പറയാം. സോ നമ്മൾ ഇതുവരെ പൊസിഷൻ സൈസിങ് എന്താണ് പഠിച്ചു, റിസ്ക് റിവാർഡ് റേഷ്യോ പഠിച്ചു, എങ്ങനെ അത് പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യം പഠിച്ചു. ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ ഫുള്ളി കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ഐഡന്റിഫൈ വെദർ ഇറ്റ്സ് എ ബൈ ഓർ സെൽ. ബൈ ആണോ സെൽ ആണോ എന്ന് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഇത് ടെക്നിക്കൽ അനാലിസിസ് ഓർ ഫണ്ടമെന്റൽ അനാലിസിസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടാമതാണ് നമ്മുടെ പൊസിഷൻ ടൂൾ പ്ലേസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്. ഇത് പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമ്മുടെ ട്രേഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. Okay, so second step is place the position tool with the risk reward ratio of 1:2. അടുത്തതാണ് നമ്മുടെ പൊസിഷൻ സൈസിങ്, അതായത് ലോഡ് കാൽക്കുലേഷൻ. ഈ പ്രോപ്പർ ലോഡ് സൈസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂസ്, അതായത് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, ലോഡ് സൈസ്, ഈ 3 വാല്യൂസ് നമുക്ക് നേരെ MetaTrader 5ലേക്ക് കൊണ്ടുവരാം. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഗോ ടു MetaTrader 5 ആൻഡ് പുഷ് യുവർ ട്രേഡ്. സോ ഈ 4 സ്റ്റെപ്പ് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് പ്രോപ്പർ ആയിട്ട് വിത്ത് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റോടെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. സോ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദിസ് യു ക്യാൻ ജസ്റ്റ് ഷൂട്ട് ഓൺ ദ കമന്റ്. ഇനിയുള്ള വരും വീഡിയോസിലും നമുക്ക് ഇതേപോലുള്ള ട്രേഡിംഗ് കൺസെപ്റ്റ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.